ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങിയിട്ട് 6th ഡേ ആണല്ലേ. അപ്പോൾ ഈ 5 ദിവസം നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ചെയ്തു പോന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് അറിയാനായിട്ടാണ് നിങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എന്നോട് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ മെയിൽ അയക്കാം. മെയിൽ ഐ ഡി, ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഫേസ്ബുക്ക് ഐ ഡിയും എല്ലാം ഞാനിവിടെ നമ്മുടെ ഈ സ്ക്രീനിൽ കൊടുക്കാം, അതല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ കമൻറ്റ് വഴി ഉള്ളതിനൊക്കെ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകും, മെസ്സേജും മെയിലും ഒക്കെ ആകുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റ് ചെയ്തോ മെസ്സേജ് അയച്ചോ പറയാം. അപ്പോൾ അതൊന്ന് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ സ്കിന്നിനൊരു ഗ്ലോ കൊടുക്കുകയാണ്. നമ്മുടെ ഇത്രയും ദിവസം നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ മാറ്റുമായിരുന്നു. നമ്മുടെ ബോഴ്സ് ആവട്ടെ, നമ്മുടെ പിമ്പിൾസ് ആവട്ടെ, ഡാർക്ക് സ്പോട്ട് ആവട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ഇന്ന് സ്കിന്നിനൊരു ഗ്ലോ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാളെ നമ്മൾ സ്കിന്നിനൊരു പാക്കും കൂടി ഇട്ടിട്ടാണ് നമ്മളുടെ ഈ സ്കിൻ കെയർ ചലഞ്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഗ്ലോ കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു അലോവേര എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇത്രയും വേണ്ട, ഇതിൻ്റെ ഒരു ഹാഫ് എടുത്താൽ മതി. അത് നമുക്ക് സ്കിന്നിലേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ മുള്ളു പോലുള്ള സാധനമൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഈ ഒരു മേളത്തെ ഭാഗം അങ്ങ് മാറ്റി കൊടുക്കാതെ. കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ജെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് പുറത്തേക്ക് വരാനായിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള തേൻ ചേർത്താൽ മതി. ഇതിന് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം അലോവേര ജെല്ല് റെഡിയാക്കുന്ന കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞായിരുന്നു, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് റേറ്റ് കൂടുതലുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കിച്ചണിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി 2 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച്. അപ്പം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ എന്നോട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോ മെസ്സേജ് അയച്ചോ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു Q&A വീഡിയോ പോലെ ഞാൻ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ എന്നോട് ചോദിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിലോ എന്തെങ്കിലും എന്നോട് Q&A പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ ശേഷം വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓണാക്കി ഇടണം കേട്ടോ. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്ലോയിങ് റെമഡി ഒന്ന് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഈ തേൻ നല്ല ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട് പോകാനും കറുത്ത ഈ മാർക്കൊക്കെ പോകാനായിട്ട് ഓൾസോ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ കൊടുക്കാനും നല്ലതാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളല്ലേ, എളുപ്പത്തിൽ ചെയ്യുമല്ലോ. നമുക്ക് അധികം കഷ്ടപ്പാടൊന്നും. എല്ലാവർക്കും കളർ വയ്ക്കണം, അല്ലെങ്കിൽ സ്കിന്നിലെ പ്രോബ്ലംസ് ഒക്കെ മാറണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ എല്ലാവർക്കും അങ്ങ് മടിയാണ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഫേസിലേക്ക് അല്ലേ. അപ്പം മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇങ്ങനത്തെ റെമഡീസൊക്കെ എടുക്കുന്നത്. കാരണം എനിക്കും മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള റെമഡി ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഈ അലോവേര ഞാൻ ഡെയിലി സ്കിന്നിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മുമ്പ് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഞാൻ മോയ്സ്ചറൈസറായിട്ട് ഈ അലോവേരയാണ് എടുക്കുന്നത്. അപ്പോൾ അലോവേര ഡെയിലി ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് തേനും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തെന്ന് മാത്രം. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ
എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? നമ്മൾ ലോഗ് ഡേ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 3rd ഡേ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. വെറുതെ ഒരു എൻ്റർടൈനിങ് ആയിട്ട് ചെയ്താണ്. നിങ്ങൾ നേരം പോക്ക് പോകാനായിട്ട് ഇരിക്കുന്ന എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, വെറുതെ ഇരിക്കുമല്ലേ ആൾക്കാരൊക്കെ, അപ്പം നീ വീഡിയോസ് ചെയ്യും, ഞങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കാം എന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു ചിറ്റ്ചാറ്റ് പോലെ ഒരു 3-4 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുന്ന ചെറിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ എൻ്റെ ഈ ചാനൽ കയറിയിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ കെയർ ചലഞ്ച് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമോ മെയിൽ ചെയ്തോ അല്ലോ മതി കേട്ടോ. അപ്പം ഞാനിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മിച്ചമുണ്ട്, വേണം കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇത് ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇതങ്ങ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയ പോലെ ആകും. അതിനുശേഷം നിങ്ങൾ നോർമൽ വാട്ടറിൽ അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിനി ഇത് ഉണങ്ങിയിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ നോർമലി എല്ലാം അങ്ങനെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇത് പാക്കായിട്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ട് ഒരു മസാജ് പോലെ ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഇത് ഉണങ്ങിയിട്ട് വരാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, എൻ്റർടൈനിങ് ആണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.